വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഇനി ഗരം മസാല തയ്യാറാക്കി എടുക്കാൻ പോവാണ്. ഞാൻ വെയിലത്താണ് വെച്ചത്. ഇങ്ങനെ കുറേയേറെ ഗരം മസാല ഇത് ക്രിസ്മസിന് വേണ്ടിയെന്നല്ല, ജോലിയൊക്കെ ഉള്ളവർക്കാണേലും ഒരാഴ്ചത്തേക്കുള്ളത് ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പാചകം വളരെ എളുപ്പമായിരിക്കും. ക്രിസ്മസിന്റെ അന്ന് വറക്കാനുള്ള മീനും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അന്നത്തേക്ക് നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വരും. വറക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അതിന്റെ തണുപ്പൊക്കെ പൊക്കോളും. നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അന്നേരം ഓടി പിടിച്ച് പിന്നെ ഇതിന് മസാല വരട്ടാൻ പോകണം, ആ പാടൊന്നുമില്ല. നേരത്തെ തന്നെ ഇത് ചെയ്തു വെക്കാവുന്നതാണ്. ഞാനിവിടെ 2 കവറിലാക്കി തേങ്ങാപ്പീര വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും തേങ്ങ നേരത്തെ തന്നെ തിരുമ്മി ഇതുപോലെ 2-3 കവറിലാക്കി ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എടുത്ത് ഇത് അഴുക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ കാണിക്കുന്നത് ക്രിസ്മസിന് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ ചില പലഹാരങ്ങളാണ്. ഇത് ചുരുട്ട്. മിക്കവാറും ആൾക്കാർക്ക് അറിയാമായിരിക്കും, കോട്ടയത്തിന്റെ സ്വന്തം ചുരുട്ട്. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ചില പലഹാരങ്ങളുണ്ട്. അച്ചപ്പം, കുഴലപ്പം, ഇതൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു പതിവാണ്. എല്ലാം ഒന്നും ഉണ്ടാക്കിയില്ലേലും 1-2 എണ്ണമൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. എന്റെ വീട്ടിലൊക്കെ ഇത് എപ്പോഴും തയ്യാറാക്കുന്നതാണ്. ക്രിസ്മസ് എന്നില്ല, അച്ചപ്പവും കുഴലപ്പവും ഒക്കെ മിക്കവാറും സ്റ്റോക്ക് ആയിരിക്കും. അതുകൊണ്ട് ക്രിസ്മസ് ആയപ്പോൾ നമുക്കും അതൊക്കെ ഉണ്ടാക്കാൻ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ തയ്യാറാക്കിയത് അവലോസ് പൊടിയാണ്. ഇതൊരു 3/4 മണിക്കൂറോളം ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ ആയി വരുമ്പോൾ സൂപ്പറാണ്. കുറച്ചധികം ഉണ്ടാക്കാമെങ്കിൽ ഇതുകൊണ്ട് മാവുണ്ട ഉണ്ടാക്കാം, ചുരുട്ടുണ്ടാക്കാം.
ഞാൻ അധികമൊന്നും എടുത്തില്ല, ഞാൻ കുറച്ച് അളവിൽ എല്ലാം ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ ഉരുളി ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ ഒരു അലൂമിനിയം പാത്രത്തിലാണ് അരി വറുത്തതൊക്കെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പർ ആയിരുന്നു. അവലോസ് പൊടിയായിട്ട് തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാവുന്നതാണ്. പഴം കൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. സൂപ്പറാണ്. ഇപ്പം ഞാൻ പ്ലം കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കേക്കാണ് ഞാൻ ബേക്ക് ചെയ്തത്, ചെറിയ കേക്കാണ്. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് അവിടെ ഇരിപ്പുണ്ട്. ഇനി എപ്പോഴെങ്കിലും കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാം. അപ്പൊ ഇതിലെ ഒരു കേക്ക് ഞാൻ നന്നായിട്ടെല്ലാം കവർ ചെയ്ത് വെക്കുവാണ്. ക്രിസ്മസ് എക്സ്പീരിയൻസ് ആണ്. വീട്ടിലിങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് അറിയാമായിരുന്നു ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ കുഴലപ്പം വറക്കാൻ വേണ്ടി ഇങ്ങ് പോരുന്നു. ആ സമയത്ത് ഹസ്ബൻഡും മോളും കൂടാണ് അതെല്ലാം ചെയ്തത്. ഹസ്ബൻഡ് പരത്തി കൊടുത്തു, മോളാണ് ചുറ്റിയെടുത്തത്. അവള് നന്നായിട്ട് തന്നെ അതൊക്കെ ചുറ്റി നോൺ സ്റ്റിക്ക് അല്ല, ഇത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മാതിരിയുള്ള അച്ചാണ്. മയപ്പെട്ടൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് മാവ് പിടിക്കുമോ എന്നുള്ള ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷെ നല്ലതായിട്ട് തന്നെ മാവെല്ലാം പിടിച്ചു. നല്ല അച്ച